ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. കാരണം ഇന്ന് മംഗളവാർത്ത ദിനമാണ്. അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇരട്ടി സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. കാരണം ഇന്ന് നെയ്യാറ്റിൻകര രൂപതയ്ക്ക് ഇന്ന് ഒരു സഹമെത്രാനെ വാഴിക്കുകയാണ്. അപ്പോൾ ആ സഹമെത്രാൻ്റെ വാഴിക്കൽ ചടങ്ങ്, മെത്രാഭിഷേക ചടങ്ങിനുള്ള ഒരു ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. 3:30-ക്കാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക. ഇവിടെ ഈ മെത്രാമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള മെത്രാന്മാരെല്ലാവരും തന്നെ ഈ മുഖ്യ കവാടത്തിൻ്റെ അവിടെ എത്തിച്ചേരും. അവിടെ നിന്ന് അവിടെ വരുന്ന എല്ലാ മെത്രാന്മാരെയും ഇങ്ങോട്ട് സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരും. അതിനുശേഷമാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യം മെത്രാഭിഷേക ചടങ്ങാണ് നടക്കുക. അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ നെയ്യാറ്റിൻകര രൂപതയുടെ അധ്യക്ഷൻ കൂടിയായ ഡോക്ടർ വിൻസെന്റ് സാമുവൽ പിതാവാണ് മുഖ്യ കാർമ്മികനാകുക. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ടുള്ള ഡോക്ടർ തോമസ് ജെ നെറ്റോ പിതാവ്, അതോടൊപ്പം തന്നെ പുനലൂർ രൂപതയുടെ മെത്രാൻ കൂടിയായിട്ടുള്ള ഡോക്ടർ സിൽവസ്റ്റർ പിതാവും ആയിരിക്കും ഇവിടെ ഈ സഹകാർമ്മികരായി മാറുക. ഏകദേശം 30ഓളം പിതാക്കന്മാർ, ബിഷപ്പുമാര്, വിവിധ രൂപതകളിൽ നിന്നുള്ള 30ഓളം ബിഷപ്പുമാർ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ 300ഓളം വൈദികർ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 300ഓളം സന്യസ്തരും പങ്കെടുക്കും. ഈ ഏകദേശം ഈ നെയ്യാറ്റിൻകര രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നായി നെയ്യാറ്റിൻകര രൂപതയ്ക്ക് 2 ഫൊറോനയും അതോടൊപ്പം തന്നെ 96 ഇടവകളുമാണുള്ളത്. അവിടെ നിന്നായിട്ട് 10,000-ഓളം വിശ്വാസികൾ ഈ മെത്രാഭിഷേക ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മെത്രാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. ഈ പിന്തുടർച്ചയുള്ള ഒരു സഹമെത്രാനായിട്ടാണ് ഇന്ന് അഭിഷിക്തനാകുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നെയ്യാറ്റിൻകര രൂപതയുടെ വികാരി ജനറൽ അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. അച്ഛ, എന്താണ് ഇന്നത്തെ ഒരു മെത്രാഭിഷേക ചടങ്ങിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? നെയ്യാറ്റിൻകര രൂപതയിൽ മെത്ര അഭിഷേക കർമ്മത്തിന്റെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. രൂപതയിൽ മുൻ VG ക്രിസ്താസ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള 11-അംഗ കമ്മിറ്റി വ്യക്തമായിട്ട് രൂപപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ഈ ദിവസങ്ങളായിട്ട് അത് ചെയ്തു തീർത്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര രൂപത സന്തോഷ നിറവിലാണ്. പ്രത്യേകിച്ച് ഈ മംഗളവാർത്ത തിരുനാൾ ദിനത്തിൽ രൂപതയ്ക്ക് ഒരു സഹമെത്രാനെ, ഒരു കോ-അഡ്ജുത്തൂർ ബിഷപ്പിനെ ലഭ്യമാകുക എന്നുള്ളത് ഏറ്റവും ഏറെ സന്തോഷപ്രദമാണ്. കോ-അഡ്ജുത്തൂർ ബിഷപ്പ് അല്ലെങ്കിൽ സഹമെത്രാൻ എന്ന് പറയുമ്പോൾ പിന്തുടർച്ച അവകാശമുള്ള മെത്രാനാണ്. ആ മെത്രാഭിഷേക കർമ്മത്തിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ രൂപതയുടെ അകത്തും പുറത്തുനിന്നായിട്ട് ഏകദേശം 10,000-ഓളം ആൾക്കാർ ഇതിൽ സംബന്ധിക്കും എന്ന് നമുക്ക് ഉറപ്പ് ലഭ്യമായിട്ടുണ്ട്. അതിന് വരുന്ന ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങളും അതോടൊപ്പം പാർക്കിംഗ് സൗകര്യങ്ങളും പിന്നെ മറ്റ് ഇതര എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ തിരുക്കർമ്മങ്ങളിലേക്ക് എല്ലാവരെയും കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പിന്തുടർച്ച അവകാശമുള്ള സഹമെത്രാൻ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ രൂപത അധ്യക്ഷൻ അദ്ദേഹം റിട്ടയർഡ് ആകുമ്പോൾ 75 വയസ്സാകുമ്പോൾ റിട്ടയർഡ് ആകണം എന്നുള്ളതാണ്. വിൻസെന്റ് സാമുവൽ പിതാവ് റിട്ടയർഡ് ആകുന്ന സമയത്ത് ഇദ്ദേഹം പിന്തുടർച്ചയുള്ള മറ്റൊരു മെത്രാനെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം തന്നെയായിരിക്കും അദ്ദേഹം റിട്ടയർഡ് ആകുന്ന സമയത്ത് പിന്തുടർച്ചയോടുകൂടെ മെത്രാനായിട്ട് അഭിഷിക്തനാകുന്നത്. ഇനി വീണ്ടും ഒരു കൽപ്പന അല്ലെങ്കിൽ വത്തിക്കാനിൽ ഇറക്കേണ്ടി വരില്ല. വീണ്ടും ഒരു അന്വേഷണമോ കൽപ്പനയോ വേറെ ഒന്നും ഇറക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം തന്നെയാണ് വാഴിക്കുന്നത്. സഹമെത്രാൻ എന്ന് പറയും. സഹമെത്രാനുണ്ട്, സഹായ മെത്രാനുണ്ട്. സഹായ മെത്രാൻ എന്ന് പറയുന്നത് ഓക്സിലറി ബിഷപ്പാണ്. അത് ആ ബിഷപ്പിന്റെ കാലത്തോളം അദ്ദേഹം ഓക്സിലറി ബിഷപ്പ് ആയിരിക്കും. പിന്തുടർച്ച അവകാശം ഇല്ലാതിരിക്കും. പക്ഷേ അദ്ദേഹം ഓക്സിലറി തന്നെയായിരിക്കും. അടുത്തൊരു ബിഷപ്പ് വന്നു കഴിഞ്ഞാലും ഓക്സിലറി തന്നെയായിരിക്കും. അതേസമയം സഹമെത്രാൻ കോ-അഡ്ജുത്തൂർ ബിഷപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പിന്തുടർച്ചയോടുകൂടെ രൂപതയുടെ സാരഥ്യം ഏറ്റെടുത്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്നതാണ്. നവാഭിഷിക്തനാകുന്ന ഡോക്ടർ ഡി സെൽവരാജൻ പിതാവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അഭിവന്യ ഡോക്ടർ സെൽവരാജൻ മെത്രാൻ, അദ്ദേഹം 63 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ഞാൻ തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഞങ്ങൾ ലുവൈൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഞാൻ പാസ്റ്റർ തിയോളജിയിലും അദ്ദേഹം കാനലോയിലും അവിടുന്ന് ഡോക്ടറേറ്റ് എടുക്കുകയുണ്ടായി. തുടർന്ന് ആലുവ സെമിനാരിൽ പഠിക്കുന്ന സമയത്തും അദ്ദേഹവുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ട്. എല്ലാവരുമായിട്ട് ഇഴുകിച്ചേരുവാനും സംസാരിക്കുവാനും കാനോനിക്കലായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾക്ക് സംസാരിക്കുവാനും അതോടൊപ്പം തന്നെ അധ്യാപനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും എടുത്തുചാട്ടങ്ങളില്ലാതെ തന്മയത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന എളിമയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അഭിമന്യ റൈറ്റ് റവറൻ ഡോക്ടർ സെൽവരാജൻ ദാസിനെ കാണുന്നത്. നല്ല നിലയിൽ ഈ നെയ്യാറ്റിൻകര രൂപതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പിതാവിന് കഴിയും.
തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് വ്യക്തമായ കാഴ്ചപ്പാടും ബോധ്യങ്ങളുമാണ്. പ്രത്യേകിച്ച് കനോനിക്കലായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹത്തിൽ വലിയ വ്യക്തതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയുടെ അജപാലനപരമായ കാര്യങ്ങൾ, ഇവിടുത്തെ മലയോര മേഖലയുണ്ട്, അവിടെ 3 റീജിയനുണ്ട്. ആ 3 റീജിയനിലായിട്ട് 11 ഫൊറോനകളുണ്ട്. ഏകദേശം 242ഓളം പള്ളികളുണ്ട്. അതെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്ന ഏരിയകളാണ്. അവിടെയുള്ള ആൾക്കാരുടെ സാമൂഹ്യ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ നിലവാരവും അതോടൊപ്പം തന്നെ അജപാലനപരമായ കാര്യങ്ങൾക്കും വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. രൂപതയെയും രൂപതാംഗങ്ങളെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്.